ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരങ്കരവിരാജിതശങ്കചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ശ്ലോകം 52 52 ശ്ലോകം 52ാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ 494 നാമങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം 53ാമത്തെ ശ്ലോകം വായിക്കാം. ഉത്തരോ ഗോപതിർഗോപ്ത ജ്ഞാനഗമ്യ പുരാതനഃ ശരീരഭൂതഭൃദ്ഭോക്ത കവീന്ദ്രോ ഭൂരിദക്ഷിണഃ. ഇതിൽ 9 നാമങ്ങളുണ്ട്. ഏതൊക്കെയാ നാമം നോക്കാം. ഉത്തരഹ, ഗോപതിഃ, ഗോപ്ത, ജ്ഞാനഗമ്യഃ, പുരാതനഃ, ശരീരഭൂതഭൃത്ത്, ഭോക്ത, കവീന്ദ്രഃ, ഭൂരിദക്ഷിണഃ. ഇങ്ങനെ 9 നാമങ്ങൾ. ഒരിക്കൽ കൂടി പറയാം. ഉത്തരഹ, ഗോപതിഃ, ഗോപ്ത, ജ്ഞാനഗമ്യ, പുരാതനഃ, ശരീരഭൂതഭൃത്ത്, ഭോക്ത, കവീന്ദ്രഃ, ഭൂരിദക്ഷിണഃ. ഉത്തരോ ഗോപതിർഗോപ്ത ജ്ഞാനഗമ്യ പുരാതനഃ ശരീരഭൂതഭൃത് ഭോക്ത കവീന്ദ്രോ ഭൂരിദക്ഷിണഃ. ഇനി നമുക്ക് ഓരോ നാമങ്ങൾ എടുത്തിട്ട് അർത്ഥം നോക്കാം. ഉത്തരോ ഗോപതിർഗോപ്ത ജ്ഞാനഗമ്യ പുരാതനഃ ശരീരഭൂതഭൃത് ഭോക്ത കവീന്ദ്രോ ഭൂരിദക്ഷിണഃ. ആദ്യത്തെ നാമം ഉത്തരഹ. ഉത്തര എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഒന്ന് മേൽഗതി തരുന്നവൻ, 2 ഇന്ദ്രാദികളെക്കാൾ ഉത്കൃഷ്ടൻ. അപ്പോൾ ഭക്തന്മാരെ സംസാരസാഗരത്തിൽ നിന്ന് കരുണാവാരിധിയായ മഹാവിഷ്ണു ഉദ്ധരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ ഉത്തരഹ. ഭഗവത്ഗീതയിൽ ഭക്തിയോഗത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാരസാഗരാത്. അതായത് തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാരസാഗരാത്. അവരെ ഞാൻ മൃത്യുസാഗരത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഭഗവത്ഗീത 12ാം അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. മനസ്സും ബുദ്ധിയും ഉറപ്പിച്ച് എന്നെ തന്നെ ധ്യാനിക്കുന്നവർക്ക് മേൽഗതി ഉണ്ടാകുമെന്നതിൽ സംശയമില്ല എന്ന് സാരം. അടുത്തത് മയ്യേവ മന ആധൽസ്വ മയി ബുദ്ധി നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. ഭഗവത്ഗീത 12ാം അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. ഒന്നും കൂടെ ചൊല്ലാം. മയ്യേവ മനാധൽസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വജം ന സംശയഃ. അത ഊർധ്വം ന സംശയഃ. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം എന്നീ 6 ഗുണങ്ങളും പരിപൂർണമായി ഉള്ളതുകൊണ്ട് ദേവേന്ദ്രനേക്കാൾ ശ്രേഷ്ഠനാകുന്നു ഇന്ദ്രൻ. അതായത് പരമാത്മാവ് എല്ലാത്തിനേക്കാളും ഉത്കൃഷ്ടനാകുന്നു.
ഇവിടെ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം എന്നീ 6 ഗുണങ്ങളും പരിപൂർണമായുള്ളത് കൊണ്ട് ദേവേന്ദ്രനേക്കാൾ ശ്രേഷ്ഠനാകുന്നു ഭഗവാൻ. ഇന്ദ്രൻ, അതായത് പരമാത്മാവ്, എല്ലാത്തിനെയും ഉത്കൃഷ്ടനാക്കുന്നു എന്ന് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് അല്ലേ. വിശ്വസ്മാവിന്ദ്ര ഉത്തരഹ അല്ലെ, വിശ്വാധിക, ഈ നാമങ്ങളൊക്കെ. അപ്പം മഹാനാരായണ ഉപനിഷത്താണ്. അതിൽ 10ാമത്തെ 3ാമത്തെ ശ്ലോകം, വിശ്വാസ്മാത് ഇന്ദ്ര ഉത്തരഹ. ഓം വിശ്വസ്മാത് ഇന്ദ്ര ഉത്തരഹ. ജഗത്തിനേക്കാൾ ഉത്കൃഷ്ടൻ പരബ്രഹ്മം എന്ന് സാരം. അപ്പം ജഗത്ത് പരബ്രഹ്മമല്ല, ആ പരബ്രഹ്മമാണ്. പരബ്രഹ്മത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി അടുത്ത നാമം ഗോപതി. ഗോപതി, ഗോ എന്ന ശബ്ദത്തിന് പശു, ഭൂമി, ഭൂദേവിയുടെ ഭർത്താവ്, അതായത് പശുപാലകൻ, ഭൂമിപാലകൻ, ഭൂദേവിയുടെ ഭർത്താവ്, വാക്കിൻ്റെ പതി, വേദങ്ങളുടെ പതി എന്നൊക്കെ അർത്ഥം. അപ്പോൾ വാക്ക്, വേദം, ഭൂദേവിയുടെ ഭർത്താവ്, ഭൂമിദേവി, പശുപാലകൻ, ഇതൊക്കെ ഭഗവാന്റെ പേരുകളാണ്.